Hello, welcome back to my channel Lifestyle Heaven by Serena. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതാ കുറച്ച് ചിക്കൻ, ഇത് ഒരു 1/2 കിലോനേക്കാളും താഴെയായിരിക്കും. നമ്മൾ പിന്നെ ആൾക്കാർ അത്രയല്ലേ ഉള്ളൂ, അത് മെമ്പേഴ്സ് കുറവായതുകൊണ്ട് ഇത്ര ആക്കിയത്. ഇതൊരു 1.5 ഉള്ളി, വലിയ ഉള്ളി. പിന്നെ ഇതാ കുറച്ച് മിൻറ്റ് ലീവ്സും പിന്നെ കുറച്ച് കൊറിയൻഡർ ലീവ്സും, മല്ലിച്ചപ്പും പുതിനയും. ഇത് ഗ്രീൻ ചില്ലി. ഇത് പേര് പോലെ തന്നെ ഗ്രീൻ കളറാവാൻ വേണ്ടിയിട്ട് ഗ്രീൻ സാധനങ്ങളാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ ഇതാ തൈര്, പിന്നെ ഉപ്പ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഇടും. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നല്ലോണം അരക്കണം. ഓക്കെ. പിന്നെ കുറച്ച് സ്പൈസിന് നിങ്ങൾക്ക് സ്പൈസസ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാലില്ലേ വേറൊരു ഇതും കൂടി ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഫേവറേറ്റാണ് ഗ്രീൻ ചിക്കൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് മുമ്പേ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇത് ഉണ്ടാക്കാൻ ഇറങ്ങി. ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് എല്ലാം അരക്കട്ടെ. തൈര് ഒഴിക്കുക. പിന്നെ ഉപ്പ്. ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരക്കാം. മസാലകളെല്ലാം ഞാൻ ചേർത്ത് അരച്ചതാണ്. ഇത് നോക്കാം, എല്ലാം അരഞ്ഞിട്ടുണ്ട്. എല്ലാം പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, നമ്മളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യും. ഈ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ആഡ് ചെയ്യും. അപ്പോഴേ അതിൻ്റെ കളറ് വരും. കുറച്ച് ഗരം മസാലപ്പൊടി, ഓക്കെ. ഇത് നല്ലോണം ഇളക്കിയിട്ട് ഇവിടെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അടുപ്പത്തൊരു കടായി വെക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ കുറച്ച് ഗീ ഒഴിക്കണം. ഓയിലിനേക്കാളും ഗീ ആയിരിക്കണം കുറച്ച് മുമ്പിൽ. ഇത് ബട്ടറിലും ചെയ്യാം, പിന്നെ ഗീയിലും ചെയ്യാം. ഓക്കെ. കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഈ ചിക്കനില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് കൊടുക്കാം.
ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി. നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം. കുറച്ച് വെള്ളം കണ്ടയാൾ വെള്ളമുണ്ട്. അപ്പം ഇത് സ്ലോയിലാവുന്നത് അതുകൊണ്ടായി. സ്ലോലി ഇതൊന്ന് ചിക്കനും വെന്തിട്ടില്ലല്ലോ, അപ്പം നല്ലോണം ഒന്ന് വേവണമല്ലോ. അതുകൊണ്ട് സ്ലോലി കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കൻ ഒന്ന് മൂടി തുറന്നു നോക്കാം. ആ നമുക്ക് കുറച്ച് മല്ലിയില, നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ഗ്രീൻ ചിക്കൻ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈസി ആയത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം. എന്നുവെച്ചാൽ എപ്പോഴും ഒരു കറി, ഒരു ഫ്രൈ ഇതല്ലാണ്ട് ചിക്കനെ കൊണ്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ, താങ്ക് യു.